പ്രിയപ്പെട്ടവരെ, അടുത്തതായി വേദിയിൽ ചാവറ ഇന്റർനാഷണൽ സ്കൂളിലെ LP വിഭാഗത്തിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ലഘുനാടകം റബ്ബർ. ശരിയാക്കി തരാടാ. കൊറേ നാളായി തുടങ്ങിയിട്ട്. പിന്നെ അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുന്നത് തെറ്റല്ലാതെ പിന്നെ എന്തുവാ? എടി, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ, ഇതിലിപ്പോ എന്താ ഇത്ര പ്രശ്നം? എന്റെ ഒരു സാധനം എന്നോട് ചോദിക്കാൻ എടുക്കുന്നത് എനിക്കിഷ്ടല്ല. ആഹാ, അത് കൊള്ളാം. ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ നിനക്കെടുക്കാം. നിന്റെ ഒരു സാധനം തൊടാൻ പോലും സമ്മതിക്കില്ല. അതൊക്കെ അത്രേ ഉള്ളു മോനെ. ഇതേ ഇവന്റെ പപ്പ ദുബായിന്ന് കൊണ്ടുവന്നതാ. അല്ലാതെ ഇവന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ലോക്കൽ റബ്ബർ ഒന്നും അല്ല. This is special from Dubai. പിന്നെ ഒരു ദുബായ്. ഈ റബ്ബറൊക്കെ ഓൺലൈനിൽ കിട്ടുന്ന സാധനാ മോനെ. എന്തിനാടാ ഓൺലൈനിൽ പോകുന്നേ? ഇതൊക്കെ ഏത് ചന്തയെന്നും കിട്ടും. എന്നാണേ പോയി ഓൺലൈനിൽ മേടിച്ചോ? എന്നെ തരത്തില്ല. അപ്പനെ കഴിഞ്ഞ ആഴ്ച എന്റെ ടിഫിൻ ബോക്സിന്ന് ബിസ്ക്കറ്റ് ചോദിക്കാൻ എടുത്തതോ? അത് ഫുഡ് ഐറ്റംസ് അല്ലേ, അതൊക്കെ ഷെയർ ചെയ്യാനുള്ള. അതുപോലെയാണ് ഇത്. ഇതേ ഇവന്റെ പപ്പ ദുബായിന്ന് കൊണ്ടുവന്ന മണമുള്ള റബ്ബറാ മോനെ. ഇവളുടെ ബിസ്ക്കറ്റ് നിനക്ക് എടുക്കാമെങ്കിൽ നിന്റെ റബ്ബർ ഞാൻ എടുക്കും. എന്നാ കാണാലോ. എന്താ സംശയം? എന്നാ നീ എടുക്ക. നീ വിവരം അറിയും. പിന്നെ എന്നാ നീ വിവരം അറിയും. നിർത്തിക്കേ. നിന്നോടല്ലേ പറഞ്ഞേ? നിനക്കൊന്നും പറഞ്ഞാലും മനസ്സിലായേ? എടി നിർത്ത്. ക്ലാസ് പോടി. ക്ലാസ്സിൽ പോടാ. നിന്നോടല്ലേ പറഞ്ഞേ പോവാൻ? സാറേ, ഇവന്മാരൊക്കെ തരികട പിള്ളാരാ. ഒരെണ്ണം പറഞ്ഞ കേക്കത്തില്ല. എടോ, താൻ ഇവിടുത്തെ പ്യൂണാ, അല്ലാതെ HM അല്ലല്ലോ. ഗോ ബാക്ക്. നേരെ നിൽക്കണോ? സാറേ, ഇവൻ എന്നോട് ചോദിക്കാണ്ട് എന്റെ റബ്ബർ എടുത്തു. സാറേ, ഒരുമിച്ച് ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ പരസ്പരം ചോദിക്കാതെ റബ്ബറൊക്കെ എടുക്കാറുണ്ട്. അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ എടുക്കാൻ പോണേ? ഗോ ബാക്ക്. എന്റെ ആൽബി, ഒരു റബ്ബർ എടുത്തു എന്ന് വെച്ച് എന്നാണ് ഇത്ര പ്രോബ്ലം? ഒന്നില്ലെങ്കിലും നിന്റെ ക്ലാസ്മേറ്റ് അല്ലടാ അവൻ. ഇതേ എന്റെ പപ്പ ദുബായിന്ന് കൊണ്ടുവന്ന റബ്ബറാ. ഇത് ഇച്ചിരി കൂടിയ വൈബ. അതങ്ങനെയൊന്നും ഫ്രീ ആയി കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവന്റെ ഒരു കൂതറ വൈബ്. അതേടാ, അതിന് നിനക്കെന്താ കുഴപ്പം? എന്നെ കാണിച്ചരാടാ. എടാ, ഒന്ന് നിർത്തടാ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ. ഇപ്പൊ കീരിയും പാമ്പും പോലെ. നാളെ രണ്ടെണ്ണോ പേരൻസിനെ കൊണ്ട് ക്ലാസ്സിൽ കയറിയാ മതി. കേട്ടല്ലോ? പൊക്കോ. പ്ലീസ് പോടാ. അല്ലേ, ഇത് കണ്ടാ നിങ്ങള്? എന്റെ മോന് അവന്റെ പപ്പ ദുബായിന്ന് കൊണ്ടുവന്ന റബ്ബറാ. ഇത് ഒരച്ചൊരച്ച് പകുതിയാക്കി. എവിടവള് ഇന്നത് ചോദിച്ചിട്ട് തന്നെ കളി. എടി കാഞ്ചനെ, ഇറങ്ങി വാടിങ്ങാട്. എന്താ വേണം? എടി നാടുണ്ടോടി നിന്റെ മോന്? എന്റെ മോന്റെ റബ്ബർ എടുത്ത് ഉപയോഗിക്കാൻ. എന്റെ അന്നമ്മേ, കുട്ടികളാവുമ്പോ അതൊക്കെ സ്വാഭാവികം. അത് നമ്മൾ മുതിർന്നവർ വേണ്ടേ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ? അല്ലാതെ ഈ ചെറിയ കാര്യത്തെ ഊതി വീർപ്പിച്ച് വലിയ വിഷയമാക്കല്ലേ. ശരി, ഇത്രയൊക്കെ ആയിട്ടും നീ ചെയ്തത് ശരിയാണ്. എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു സോറി പറയല്ലേ നീ ചെയ്യേണ്ടത്. അമ്മ ഫോൺ ചെയ്തതാ, ഒരുപക്ഷെ കിട്ടാത്തതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത്. അത് എന്റെ മര്യാദ. പക്ഷെ നീയോ? അതിന് നിനക്ക് എവിടുന്നാണ് മര്യാദ? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിന്റെ കെട്ടിയോനെ പറഞ്ഞാ മതി. അന്നമ്മേ,
നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞാണല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? എനിക്ക് ചോദിക്കാനും പറയാനും എന്റെ ആങ്ങളമാരുണ്ട്. അവര് പഴയ കാലാട്ടയാണ്. ആഹാ, എനിക്ക് കണ്ടിട്ട് ചോദിക്കാനും പറയാനും. എന്റെ ആങ്ങളമാരെ കളരിയ, വെറും കളരിയൊന്നുമല്ല, നല്ല കടത്തിനാണ് കളരിയ. ആഹാ, ഇങ്ങാട് വാ, കളരിയും കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അമ്മച്ചി പ്ലീസ് ഒന്ന് അടങ്ങ്. ആഹാ, എന്നാ കാണാടി. അമ്മേ പ്ലീസ് ഒന്ന് മിണ്ടാതിരി. ചേട്ടത്തി ഉടപ്പിറന്നോളേ. ചേട്ടത്തി നിങ്ങളൊന്ന് അടങ്ങ്, ഇത് ഞാൻ ശരിയാക്കി തരാം. ഉടപ്പിറന്നോളെ, നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഈ കാര്യം ഞാൻ ഏറ്റു. ഇവനാടി എന്റെ ആങ്ങളാ. പാലാ തോമ്പിച്ചെന്ന് പറഞ്ഞാലേ ആൾക്കാര് കിടുകിടാ വിറയ്ക്കും. പിന്നെ ഒരു കിടുകിടു. എന്റെ ആങ്ങള രാമപുരം ബാസു എന്ന് പറഞ്ഞാലേ എല്ലാവരെയും മുട്ടടിക്കും. ആഹാ, എന്നാ ഇറക്കി വിടടിയാവുന്നിങ്ങാട്. ജീവൻ വേണമെങ്കിൽ നീ തിരിച്ചു പോക്കോ, എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഇന്ന് നിന്റെ അവസാനം. എന്റെ മുന്നിൽ പെട്ടവരാരും ജീവനോടെ പോയിട്ടില്ല. കരാട്ടയിൽ ജാക്കി ചാനാണ് എന്റെ ഗുരു. ഊസ്. ഇതിന്റെ ബാക്കി നാളത്തെ പേരന്റ്സ് മീറ്റിംഗ് വരുമ്പോ കാണിച്ചു തരാടി. ഒരു പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ. അടുത്ത ഒരാഴ്ചത്തേക്ക് റെഡ് അലർട്ട്. മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന് ജില്ലാ ഭരണകൂടം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഞാൻ നികേഷ്. കേരളത്തിൽ കാലവർഷം രൂക്ഷമാകുന്നു. വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടി. വിശദാംശങ്ങളുമായി അശ്വതി നമ്മോടൊപ്പം ചേരുന്നു. അശ്വതി, എന്താണ് ചൂരൽമലയിലെ ഇപ്പോഴത്തെ അവസ്ഥ? പറയൂ. നമസ്കാരം നികേഷ്. കേരളം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇന്നലെ വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായത്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരെയാണ് ഇവിടെ കാണാനാകുന്നത്. ഇതാ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബം നമ്മോടൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്നലെ രാത്രി ഒരു 1:30 കാണും. വലിയൊരു ശബ്ദം കേട്ടു. ഞാൻ നോക്കിയപ്പോ വെള്ളം ഒഴുകി വരാ. കറണ്ടും പോയി. കൂടെയുള്ളവരൊക്കെ എങ്ങോട്ടോ പോയതെന്നോ ഒന്നും അറിയില്ല. എന്റെ പേരക്കുട്ടി എന്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ കുട്ടീനെയും കൊണ്ട് അവിടുന്ന് പുറത്ത് കിടന്നു. എന്നിട്ട് ഓടി. ഇരട്ടത്ത് കണ്ണു കാണാൻ പറ്റില്ലല്ലോ. കുറെ ഓടി, കുറെ നടന്നു. അങ്ങനെ നടന്ന് കുറെ ചെന്നപ്പോ മുന്നിൽ ആന. ഞാൻ ആനയോട് ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് കൈകൂപ്പി തൊഴുത് പറഞ്ഞു. ഇങ്ങനെ ചെയ്തപ്പോ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. ആ രാത്രി മുഴുവൻ ഞങ്ങൾക്ക് കൂട്ടായി അവിടെ അങ്ങനെ നിന്നു. ഞങ്ങൾക്കെല്ലാം പോയി. കുടുംബം, ഉച്ചവരെ, കൂട്, അങ്ങനെയെല്ലാം പോയി. ഞങ്ങൾക്കെല്ലാം പോയി സാറേ. അയ്യോ, അയ്യോ. വളരെ സങ്കടകരമായ കാഴ്ചയാണ് അവിടെ കാണുന്നത്. അശ്വതി, ഒരു സ്കൂൾ മൊത്തം തകർന്നു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? നികേഷ്, ഏറ്റവും സങ്കടകരമായ കാര്യം, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന സ്കൂൾ മൊത്തത്തിൽ
ലോകത്തിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഉണ്ണിമാഷ് നമ്മോടൊപ്പം ചേരുന്നു. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു സ്കൂള് ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല. കാലത്ത് 7:30 തന്നെ കുട്ടികൾ ഇവിടെ വരും. ഈ പുഴയുടെ തീരത്ത് ആ മരക്കൊമ്പിലൊക്കെ ഇരുന്ന് കളിക്കും, പഠിക്കും. ഒക്കെ പോയി ഒരുപാട് അഹങ്കരിച്ചു ഞങ്ങൾ. ഒക്കെ പോയി ഒരുപാട് അഹങ്കരിച്ചു ഞങ്ങൾ. അതിനൊക്കെ ദൈവം തന്നതാ. ഇത്രയൊന്നും അഹങ്കരിക്കാൻ പാടില്ല, ഇത്രയ്ക്കൊന്നും അഹങ്കരിക്കാൻ പാടില്ല സാറേ. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. മക്കളെ, ഇന്ന് പേരൻസിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഇനിയിപ്പം എന്തിനാ? എല്ലാം പോയില്ലേ? അത് മാഷേ, ആൽബിക്ക് എന്താ പറ്റിയത്? അത് അവന്റെ വീട് മൊത്തം ഒലിച്ചുപോയി. വീട് മാത്രല്ല, അവന്റെ അച്ഛനും അമ്മയും വീട്ടിലുള്ള എല്ലാവരും പോയി. അവൻ ഇന്നലെ രാത്രി മാമന്റെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ മാത്രം രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ, എന്നിട്ട് അവൻ എവിടെ? സാറേ, അവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. എന്നിട്ട് അവൻ എവിടെ? സാറേ, എന്റെ എല്ലാം പോയി സാറേ. അപ്പയും അമ്മയും വീടും എനിക്കിനി ആരുമില്ല സാറേ. അയ്യോ മാഷേ, ഞാനൊരു കാര്യം പറയട്ടെ. തെറ്റാണെങ്കിൽ പൊറുക്കണം. എന്താ? ആൽബിയെ ഞങ്ങള് ദത്തെടുത്തോട്ടെ. എന്റെ മോനെ പോലെ ഞാൻ നോക്കാം. പിന്നെ ഞങ്ങളുടെ വീട് അത്ര വലുതൊന്നുമല്ല, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. എന്നാലും എന്റെ മോനെ പോലെ ഞാൻ നോക്കാം. നന്നായി ചിന്തിച്ചിട്ടാണോ ഈ പറയുന്നേ? അതെ, ഞങ്ങൾക്കിനിയൊന്നും ആലോചിക്കാനില്ല മാഷേ. ആൽബി, വാടാ. ഗോകുലേ, ഇനി ഈ റബ്ബർ നീ എടുത്തോ. കടലാസിൽ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താനും മായ്ക്കാനും വേണ്ടി നാം ഉപയോഗിക്കുന്നതാണ് റബ്ബർ. എന്നാൽ ജീവിതത്തിലെ തെറ്റുകൾ മായ്ക്കാനും തിരുത്താനും റബ്ബറിനേക്കാളും ശക്തി കൂടിയ മറ്റൊന്നിനെയാണ് നാം ആശ്രയിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സാ. ആ മനസ്സിനെ നല്ല ചിന്തകളാൽ സമ്പുഷ്ടമാക്കി ജീവിതത്തിൽ ജാതിമത വർഗഭേദങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോഴാണ് നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നത്. സ്നേഹവും കരുണയും അപരനോടുള്ള കരുതലും നമുക്കുണ്ടാകുന്നത്, മനുഷ്യത്വമുണ്ടാകുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിന്നും അപ്പുറം. ഇതെല്ലാം പരിചയിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ചൂരൽമലയിൽ തകർന്ന ഈ വിദ്യാലയവും നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അതിലൂടെ മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ഈ നാട് നമുക്ക് വീണ്ടെടുക്കാം. അതിനായി ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി അണിചേരാം.